ജാസ്മിൻ ഗബ്രി ഭയങ്കര കണ്ടന്റ് ആയിരുന്നു. ആവശ്യമില്ല. നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? വീട്ടിലെ പ്രശ്നം, അച്ഛനായിട്ടുള്ള പ്രശ്നം, പിന്നെ ഇമോഷണൽ സീൻസ്, ഈ ആങ്കർ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾക്ക് മെയിനായിട്ട് ഇഷ്യൂസ്. അത് മാത്രം തീർത്താൽ മതി. ഞാൻ അതിനകത്ത് കുറെ തെറി പറഞ്ഞിട്ടുണ്ട്. അത് ബിഗ് ബോസിന്റെ ക്യാമറ ഒക്കെ നോക്കി ഞാൻ ഒരു ദിവസം രാവിലെ എല്ലാവരും ഞെട്ടുക. ഞാൻ എന്നോട് പറയാം, ഞാൻ നിങ്ങളെ അരി മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. നമസ്കാരം സായി. എനിക്ക് ചോദിക്കാനുള്ളത്, സായി വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? പുറത്തായിരുന്നു? നോർത്തിലൊക്കെ പഠിച്ച ആളാണോ? ഞാൻ ബാംഗ്ലൂരായിരുന്നു ഒരു 10-12. അതിലും കൂടുതലുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കൂടുതലും ഉണ്ടായിരുന്നു. അതെ, ഞാനൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ട് വീട്ടുകാരൊക്കെ അവിടെ സെറ്റിലായി. അനിയത്തി പഠിക്കാൻ പോയപ്പോൾ അങ്ങനെ പോയി സെറ്റിലായി. പിന്നെ ഞാൻ കുറച്ച് ക്രിക്കറ്റ് കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കോച്ചിങ് ചെയ്തിട്ടുണ്ടോ ക്രിക്കറ്റിന്? ഞാൻ പണ്ട് മുതലേ ക്രിക്കറ്റ് കളിക്കും. ഒരു 10-12 വയസ്സ് മുതൽ ക്രിക്കറ്റ്, പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിച്ച അങ്ങനെ ക്രിക്കറ്റർ ആവണമെന്നായിരുന്നു ആഗ്രഹം. ഏത് ക്ലബിലായിരുന്നു? മലപ്പുറത്തായിരുന്നു? മലപ്പുറം ലോർഡ്സ് ക്രിക്കറ്റ് ക്ലബ്. ലോർഡ്സ് ക്രിക്കറ്റ്. ചേട്ടന്മാരൊക്കെ അങ്ങനെ കളിക്കുന്നുണ്ട്. എൻ്റെ കൂടെ എനിക്ക് അങ്ങനെ പോയി. പിന്നെ എന്താ നിർത്തി കഴിഞ്ഞ പ്രൊഫഷൻ? അതൊരു പ്രൊഫഷണൽ ക്രിക്കറ്ററാണ്. അല്ല, ഞാൻ പ്രൊഫഷണൽ ക്രിക്കറ്റർ ആയിരുന്നു. 2000 കൊറോണയൊക്കെ 18-17 ആ സമയത്ത് വരെ ഞാൻ കളിച്ചിരുന്നു. ഞാൻ ഒരുപാട് MNCക്ക് കളിച്ചിട്ടുണ്ട്. ഞാൻ ഡിസ്ട്രിക്ട് ലീഗും സോണും അതിന് മുകളിലൊക്കെ കുറേ സാധനങ്ങൾ കളിച്ചതാണ്. പിന്നെ ആ സ്റ്റേജൊക്കെ പിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഞാൻ എവിടെയും പറയാറൊന്നുമില്ല, പ്രൊഫഷണൽ ക്രിക്കറ്റിൻ്റെ കാര്യം പറയാറില്ല. ഞാൻ ചോദിച്ചത് മീൻസ് നേരത്തെ ഒരു പഴയ ഇന്റർവ്യൂവില് ലാംഗ്വേജ് ഇങ്ങനെ പല ഗുജറാത്തി മറാത്തി എല്ലാം കേട്ടപ്പോൾ നിങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചത് നോർത്തിലാണോ പഠിച്ചെന്നുള്ളത്. ക്രിക്കറ്റ് കൂടി ആവുമ്പോൾ ഭാഷയായിട്ട് പരിചയമുണ്ട്, എല്ലാവരും മിങ്കിളാവുമല്ലോ, പല ആൾക്കാരായിട്ടും ഇടപഴകിയുള്ള. അതുപോലെ സായി പറയുന്ന സാധാരണ യൂട്യൂബേഴ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. സായി തീർച്ചയായും യൂട്യൂബർ അല്ല, ഇൻഫ്ലുവൻസർ തന്നെയല്ലേ? അല്ല, യൂട്യൂബർ എന്നാണോ സ്വയം ശീലിപ്പിക്കുന്നത്? ഞാൻ എവിടെയും എനിക്ക് അവാർഡ് വരുമ്പോൾ തന്നെ ഞാൻ പറയും, എന്തിനാ അവാർഡ്? എന്തിനാണ് എനിക്ക് അവാർഡ്? ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഞാൻ ഇൻഫ്ലുവൻസർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞാനടക്കം എൻ്റെ ആ ടാഗിൽ വെക്കാം. ഇപ്പോൾ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഘടനയുടെ സെക്രട്ടറിയാണ് ഞാൻ. നമ്മളെ പേര് തന്നെ കേരള ഇൻഫ്ലുവൻസർ കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ ഞാൻ സെൽഫായിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ടാഗിലേക്ക് ഇപ്പോഴും ഫിറ്റ് ആവാൻ. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ആ സംഘടന മീറ്റിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനകത്ത് വന്ന പല ഫാമിലിയും അവർ ഇൻഫ്ലുവൻസർ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, അവർ പറഞ്ഞ യൂട്യൂബറാണ്. ആ വരുമാനം മാത്രം പ്രതീക്ഷിച്ച് വെറുതെ വീട്ടിൽ പച്ചക്കറി കട്ട് ചെയ്യുന്നതും പറമ്പില് തെങ്ങിന് നടക്കും അതെല്ലാം ഷൂട്ട് ചെയ്യണം അവർ. അതാണ് അവർ. അത് ഇൻഫ്ലുവൻസിങ് അല്ലല്ലോ. ഈ ഇൻഫ്ലുവൻസിങ് എനിക്ക് പറയാൻ പറ്റില്ല. എൻ്റെ വീഡിയോ കണ്ടിട്ട് മറ്റുള്ളവർ പറയണം ആയാൽ നിങ്ങൾ ഈ പറയുന്നത് തെറ്റാണ്. അപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ പച്ചക്കറി എറിയുന്ന ഒരു ചേച്ചി പച്ചക്കറിയുടെ വലുപ്പം നോക്കി അതേ ചേച്ചീൻ്റെ മാതിരി വേറെ ആൾ അരിഞ്ഞാൽ ഷീസ് ഇൻഫ്ലുവൻസ്ഡ്. അപ്പോൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്ത ആരാ? ആ ചേച്ചിയാണ്. അപ്പം ഞാൻ പറയുക, എന്നോട് സെൽഫായിട്ട് ചോദിച്ചാൽ ഞാൻ ആരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. ആരെങ്കിലും അങ്ങനെ ഇൻഫ്ലുവൻസ്ഡ് ആയാൽ എനിക്കൊന്നും പറയാനും പറ്റില്ല. സോ ബേസിക്കലി അവരെ കണ്ടെന്ന് നോക്കുമ്പോൾ ഞാൻ ഇൻഫ്ലുവൻസർ ആണ്, എന്നിലൂടെ അവർ ഇൻഫ്ലുവൻസ്ഡ് ആയി. സ്വയം അങ്ങനെ വരുന്നില്ലെങ്കിലും മറ്റുള്ളവരുടെ കണ്ടിൽ പലരുടെ കണ്ടിൽ ഇൻഫ്ലുവൻസർ എല്ലാവരും അങ്ങനെ. അതൊരു 30 സെക്കൻഡ് റീൽ ചെയ്യുന്നവരോ ഈ പറഞ്ഞ മാതിരി വീഡിയോസ് ചെയ്യുന്നവരൊക്കെ അവരല്ലെങ്കിലും ബാക്കിയുള്ളവരുടെ കണ്ടിൽ അവരായതുകൊണ്ട് നമ്മളെല്ലാവരും സൊസൈറ്റി ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. അതുപോലെ നമ്മൾ പറയുന്ന പലപ്പോഴും ഈ സിനിമാ നടന്മാരുടെ ഭാഗത്ത് എന്തെങ്കിലും മോശപ്പെട്ട പ്രതികരണം അല്ലെങ്കിൽ ആവേശം കൂടിപ്പോയിട്ടുള്ള തെരുവിലേക്ക് ഉണ്ടാകുമ്പോൾ ഇവിടെ ഞങ്ങളുടെ കാശ് കൊണ്ടല്ലേ നീ ഈ നിലയിലെത്തിയെന്ന് ചോദിക്കാറുണ്ട്. നമ്മൾ സായോട് അങ്ങനെ ആരും ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ യൂട്യൂബ് കണ്ടുകൊണ്ടല്ലേ നീ കാറ് മേടിച്ചത്, അത് അങ്ങനെ ചോദിക്കാറുണ്ട്. ഇഷ്ടംപോലെ. മറുപടി എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മളെ വാസ്തവം അംഗീകരിച്ചു കൊടുക്കുന്നത്. ഞാൻ എന്നോട് പറയാം, ഞാൻ നിങ്ങളെ അരി മേടിച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നെ അരി എണ്ണാക്കിയത് നാട്ടിൽ. ഞാൻ ഭയങ്കര പ്രൗഡാണ് അതിൽ. എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ പ്രൗഡാണ്. എനിക്കതൊരു ഫുൾ ടൈം ബിസിനസ്സുമാണ്. ഞാനതിൽ ഭയങ്കര ഹാപ്പിനെസ് കണ്ടെത്തുന്നുമുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റുന്നതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. അപ്പം ആ ഒരു ബോധ്യവും നമ്മുടെ ഉള്ളിലുണ്ട് ഓരോ ചെയ്യുന്നത്. കാരണം പ്രേക്ഷകരാണ് നമുക്കെല്ലാം എന്നുള്ളത് മറക്കുന്നില്ല നമ്മൾ. മറ്റു കാര്യം ചോദിക്കാനുള്ളത് ബിഗ് ബോസിലുള്ള എൻട്രിയാണ്. കാരണം തീർത്തും നിർജ്ജീവമായി, അതായത് ഒരു വലിയ ബഹളങ്ങളൊന്നും ഇല്ലായിരുന്ന ഒരു സാധാരണ കാമായി പോയ സ്ഥലത്തേക്ക് സീക്രട്ട് ആയി എന്ന് പറയുന്ന സായി വരുമ്പോൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു. നമ്മളെല്ലാം കണ്ടിരുന്ന ആൾക്കാരെല്ലാം കരുതി ഇവിടെ ഒരു വെടിക്കെട്ട് നടക്കാൻ പോകണമെന്നാണ്. പക്ഷേ സായി പൊതുവെ ശാന്തനായിട്ട് ഒരു സൈഡിൽ മാറിയിരിക്കുന്നു. അത്ര കണ്ട് കത്തി കയറിയില്ല അവിടെ പോയിട്ട്. ശരിക്കും ആ സീസൺ ചേട്ടൻ പറഞ്ഞതിൽ ഉൾട്ടയാണ്. കത്തി കയറി പൊളിഞ്ഞു നിൽക്കുന്ന ഒരു സീസണാണ്. അല്ല, അതിനകത്തുള്ള ആളുകളുടെ ആളുകൾ അത്രയ്ക്ക് ഒരു ഇതുണ്ടാക്കാൻ പറ്റിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റിയ ആൾക്കാരായിരുന്നില്ല അതിനകത്ത്. എനിക്ക് കഴിഞ്ഞ സീസൺ തുടക്കത്തിലെ രതീഷ് ഏട്ടൻ ഒരാഴ്ച നിന്നുള്ളൂന്നുണ്ടെങ്കിലും 100 ദിവസത്തെ TRP കൊടുത്തിട്ട് പോയി. അടുത്ത സിജോ റോക്കി ഫൈറ്റ്, ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജാസ്മിൻ ഗബ്രി, വാട്ടെവർ ഇറ്റ് ഈസ് ഫ്ലെയർ ആണ്. ആ ഒരു സീസൺ കത്തി നിൽക്കുകയാണ്. ഡബിൾ ഡിജിറ്റ് TRP അടിച്ചു.
അവർക്ക് പ്രോഫിറ്റ് തന്നെ ഭയങ്കരമായിട്ട് ഹൈ ആണ്. അവർ ഞങ്ങൾ കയറുന്ന 10-40 ദിവസം തന്നെ അവർക്ക് എന്തായി ഒരു സീസൺ ഫുൾ അച്ചീവ് ചെയ്യേണ്ടത് 40 ദിവസം കൊണ്ട് അച്ചീവ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ കയറുമ്പോൾ അവർക്ക് ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സിൽ എന്താ സീസൺ ഭയങ്കര പ്രോഫിറ്റ് ആയിരുന്നു എനിക്ക്. ഭയങ്കര പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷെ മറ്റുള്ള കഴിഞ്ഞ പോയ സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ എല്ലാവരും പറയുന്ന ഞാൻ റേറ്റിംഗ് കുറവായിരിക്കും, കാരണം അത്രക്ക് കണ്ടന്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു അങ്ങനത്തെ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള ടോപ്പിക് കഴിഞ്ഞ സീസണിലെ ആക്ടിവിറ്റീസ് ആണ്. എനിക്ക് തോന്നുന്നു മലയാളം ടെലിവിഷൻ ഇൻഡസ്ട്രി തന്നെ സിജോ സാധനം ഭയങ്കര ഹൈപ്പായിരുന്നു. ജാസ്മിൻ ഗബ്രി ഭയങ്കര കണ്ടന്റ് ആയിരുന്നു. ജിൻഡോ സൈഡിൽ കൂടി വേറെ കണ്ടന്റ്. അതുപോലെ മറ്റൊരു ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി. ഇതൊക്കെ ഭയങ്കര കോണ്ടന്റുകളാണ്. അപ്പൊ ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. അവര് ഭയങ്കര ഷൂഡാണ്. അവരെല്ലാ സീസണും നഷ്ടമൊന്നുമില്ല. കഴിഞ്ഞ സീസണേക്കാൾ വലുത് അതിൻ്റെ അടുത്ത സീസണായിരിക്കും. ഒരു സീസണും കുറവും അങ്ങനെയല്ല. അവർക്ക് ഓരോ സീസൺ ഇപ്പം ഞങ്ങളുടെ സീസണേക്കാൾ ഡബിൾ ഡിജിറ്റോ ട്രിപ്പിൾ ഡിജിറ്റോ ആയിരിക്കും വരാൻ പോകുന്ന സീസൺ. സക്സസ്ഫുൾ സീസൺസ് അല്ലെങ്കിൽ അവർ പിന്നെ ആ പണിക്ക് നിൽക്കില്ലല്ലോ. അവരത് അങ്ങനെ ചെയ്യും. ഇപ്പം ഞാൻ കയറിയ സമയത്ത് അവരുടെ ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സിന് എന്തോ ഇഷ്യൂ ഉണ്ട്. ആ ഒരു പഞ്ചിന് ശേഷം അവർ ടെലികാസ്റ്റ് ചെയ്തു. അതിനെതിരെ കുറേ പേര് കംപ്ലൈൻ്റ് ആയിട്ട് പോയി. സോ നമ്മൾ കയറുമ്പോൾ തന്നെ ദർ ഈസ് എ ഡയറക്റ്റ് സാധനം ഉണ്ടായിരുന്നു, പോയി 6 അടിച്ചിട്ട് പോരരുത്. എന്നോട് അങ്ങനെയാ പറഞ്ഞത്. ഞാൻ ക്യാരവനിലിരിക്കും, എന്നോട് അതാ പറയുന്നത്, സായി നീ മുടി മീശ നീ എന്തിനാ വന്നേ? ഞാൻ അങ്ങനെ വേണ്ട, മുട്ടിക്കളിച്ചാൽ മതി, 6 അടിക്കണ്ട. അതെന്താ വേണ്ട, ആവശ്യമില്ല. നിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? വീട്ടിലെ പ്രശ്നം, അച്ഛനായിട്ടുള്ള പ്രശ്നം, പിന്നെ ഇമോഷണൽ സീൻസ്, നീ ആങ്കർ മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നിനക്ക് മെയിനായിട്ട് ഇഷ്യൂസ്. അത് മാത്രം തീർത്താൽ മതി, വേറെ ഒന്നും പുറത്തെടുക്കരുത്. ശരിക്കും അച്ഛനായിട്ടുള്ള ഇഷ്യൂ തീർന്നില്ലേ? അല്ല, ഫാമിലി മാറ്ററിലേക്ക് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് അത് പറഞ്ഞപ്പോൾ ഒന്ന് ചോദിച്ചെന്നുള്ളൂ. ആ മുടി എങ്ങനെ വെളുപ്പിച്ചിരുന്നത്? നിങ്ങൾ കളർ ചെയ്താണോ അല്ലെങ്കിൽ അവർ ചെയ്തോ? ഇല്ല, എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ചെയ്യും. ഇപ്പം പലർക്കും ബിഗ് ബോസ് ഷോനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ട്. ബിഗ് ബോസിൻ്റെ ഓഡീഷൻസിൽ അവർ ചോദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാസ് കാണിക്കൂ, നമ്മൾ ഫൈറ്റ് ഉണ്ടാക്കുമെന്നല്ല. ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളൊരു സൊസൈറ്റിയിൽ പലരും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം എന്നെയായിട്ട് കണക്ട് ചെയ്യുന്ന പലരും കാണും. ആ ഷോ തന്നെ അങ്ങനെയാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഒരു വീട്, നിങ്ങളതിൻ്റെ കോണ്ടസ്റ്റൻസിന് എടുക്കുന്ന പാറ്റേൺ നോക്ക്. ഒരു വീട്ടിൽ അടുക്കളയിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് ആ ഏജിലുള്ള കാറ്റഗറിയിൽ 1-2 പേര് കാണും തുടക്കത്തിൽ. നെക്സ്റ്റ് പ്രേമിക്കാൻ പാകത്തിനുള്ള കപ്പിൾസ് മാറ്റി വെച്ചിട്ടുണ്ടാവും. കുറച്ച് ഈ പൊട്ടിത്തെറിയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവും, കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. നമ്മളെങ്ങനെയാണ് ഒരു സൊസൈറ്റിയിൽ ഇത് കാണുന്നത്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ പോലെയാണ് ഇത് കൊടുക്കുന്നത്. എല്ലാത്തരം ആൾക്കാരും സിറ്റുവേഷൻസും അങ്ങനെയായിരിക്കും. കറക്റ്റ്. എല്ലാവരും പറയുന്നത് പ്രീ പ്ലാൻഡ് ആണ് എല്ലാം. 1 to 0 പറയില്ല, കാര്യം 2 set പ്രീ പ്ലാൻഡ് ആണ്. ആദ്യത്തെ ദിവസം മുതൽ അവസാനം വരെ എല്ലാം എഴുതി വെച്ചാണെന്നുള്ളത്, സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളൊരു. ഈ പറഞ്ഞ പോലെ ഒരു വ്യക്തിക്ക് ഒരു സ്റ്റോറി ലൈൻ അല്ല, 7-8 സ്റ്റോറി ലൈൻസ് കാണും. സ്റ്റോറി ലൈൻ വരുന്നത് എൻ്റെ ആക്ടിവിറ്റീസ് എന്നാണ്. അതിന്ന് ഏതാണ് സോഷ്യൽ മീഡിയയിൽ ട്രാക്ഷൻ വരുന്നത് അവരത് പിക്ക് ചെയ്തിട്ട് ഔട്ട് ചെയ്യും. ഡയറക്ഷൻസ് അവർ തരും, പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യണമെന്നില്ല അല്ലേ? നമ്മുടെ രീതിയിൽ ഇല്ല, ഡയറക്ഷൻസും ഒന്നുമില്ല. നമ്മളെ ഫ്രീ ആയിട്ട് അഴിച്ചു വിടും. ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാവിലെ എൻ്റെ ചുറ്റും ക്യാമറ വയ്ക്കുകയാണ് 360 ഡിഗ്രി. ഞാൻ ഇറങ്ങി നടന്നു, ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ ചേട്ടന് തന്നു. ചേട്ടന് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്നത് മാത്രമാണ് ഇഷ്ടപ്പെട്ടത്. അത് പോസ്റ്റ് ചെയ്തു, അതിന് ഭയങ്കര ലൈക്കും ഫോളോവേഴ്സും തന്നു. അത് മാത്രമല്ലേ പിന്നെ കാണിക്കൂ. നേരെ മറിച്ച് അതേ സൈഡിൽ ഞാൻ ഫുഡ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെടുന്നതോ ചേട്ടൻ കാണിച്ചു, അതിനൊന്നും വന്നില്ല. പിന്നെ അത് കാണിക്കുകയില്ല. അതാണ് അത്ര പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ആ വരാത്ത ഭാഗ്യം. സത്യം ഞാൻ മനുഷ്യരുടെ ഒരു വീട്ടിലടച്ചിട്ടാൽ എന്താ ഏത് രീതിയിലാണ് നമ്മുടെ എല്ലാ സ്വഭാവങ്ങളും പുറത്തു വരില്ലേ അല്ലേ? എന്താ പറയാ, ഞാൻ അതിനകത്ത് ഞാൻ ഈ തെറി പറഞ്ഞത് ഞാൻ ഭയങ്കര തെറി പറയും. ഞാൻ അതിനകത്ത് കുറെ തെറി പറഞ്ഞിട്ടുണ്ട്. അത് ബിഗ് ബോസിന്റെ ക്യാമറ ഒക്കെ നോക്കി ഞാൻ ഒരു ദിവസം രാവിലെ എല്ലാവരും ഞെട്ടുക. ഞാൻ ക്യാമറ നോക്കിയിട്ട് എന്ത് എനിക്ക് ദേഷ്യം വന്നിട്ട് AC ഇല്ല, ഞാൻ വായ തോന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ടാസ്കിനിടയിൽ ഞാൻ ഒരു വട്ടം ജിൻഡോനെയാണ് ഭയങ്കര തെറി. ജിൻഡോനെ ഞാൻ നോക്കുമ്പോൾ അടിയിൽ ശ്രീ ചേച്ചി എടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനെ അയ്യോ കയ്യിൽ പോയോ, അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സ്ഥിരമാണ്. പിന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ചു ഈ മൈക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇടുക. എനിക്ക് മനസ്സിലായി ഇത് ലെഫ്റ്റിൽ ഇട്ടിട്ട് ഇതിനൊരു ആൻറ്റിന ഉണ്ട്, സാധനം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും കേൾക്കില്ല. ബിഗ് ബോസ് എന്നിട്ട് സ്ഥിരം എനിക്കായിട്ടൊരു സാധനം ഉണ്ടാക്കി, സായി മൈക്ക് ശരിയായിട്ട് ധരിക്കുക. പിന്നെ പറഞ്ഞു സായി മൈക്ക് മറ്റോടത്ത് കൊടുന്നു വെക്കും. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഫിനാലയിൽ നമ്മൾ കൂടുമ്പോൾ ഞാൻ ടെക്നീഷ്യൻസിനോട് പറഞ്ഞു ഇങ്ങനെ സാധനം ചെയ്താൽ സാധനം പിന്നെ മൈക്കിനകത്ത് എൻ്റെ കട്ടങ്ങനെ പോകില്ല സൗണ്ടിന്റെ. ഞാൻ ഇരുന്നിങ്ങനെ നോക്കും,
എത്ര ബാർ വേണ്ടെന്ന് നോക്കി എത്ര ബാറുണ്ട് ഇങ്ങനെ വിളിച്ചാൽ ഇപ്പൊ ബാറില്ല ഇനി എന്തും പറയാം.